അത് കാരണം അങ്ങനെ ഒരു സ്ത്രീ എന്ന് എഴുതിയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങനെ ഒരു സ്ത്രീ അല്ല വരേണ്ടത്. ഹാലേലുയ. ആ, നീ കണ്ട 10 കൊമ്പ് ആ, മൃഗവും 10 കൊമ്പ് മൃഗവും വേശ്യയെ ദേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയുകയും അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. ഹാലേലുയ. അപ്പോൾ ഈ ഈ സ്ത്രീ, വേശ്യാ സ്ത്രീ എന്ന് പറയുന്നത് ബാബിലോണിനെ കുറിച്ചാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഈ ബാബിലോണിനെ കർത്താവ് അന്ത്യകാലത്ത് നശിപ്പിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് അത് റിലീജിയസ് ബാബിലോണാണ്. ഈ മതപരമായിട്ടുള്ള വൈരാഗ്യങ്ങൾ, മതപരമായിട്ടുള്ള പൊരുത്തക്കേടുകൾ, മതപരമായിട്ടുള്ള വിദ്വേഷങ്ങൾ, ഇതാണ് റിലീജിയസ് ബാബിലോൺ എന്ന് പറയുന്നത്. ബാബിലോൺ എന്ന് പറയുന്നത് തന്നെ കർത്താവിൻ്റെ ഹിതത്തിന് അനുസരിച്ച് നടക്കാതെ ദൈവത്തെ ദ്വേഷിക്കുന്ന, അഹങ്കാരവും തന്നിഷ്ടവുമായി നടക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെയാണ് ബാബിലോൺ എന്ന് പറയുന്നത്, റിലീജിയസ് ബാബിലോൺ. ഹാലേലുയ. അത് ഏത് ജാതിയാണെങ്കിലും അങ്ങനെ നടക്കുന്നവരൊക്കെയും ഈ ജാതീയ ബാബിലോണിൽപ്പെട്ടവരാണ്. ഹാലേലുയ. അവരുടെ ഒരു മഹാനാശത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജാതിയോടുള്ള പോരുകൾ കർത്താവ് തകർത്തിരിക്കുക. 17-ാം അധ്യായത്തിൽ ആ പ്രകാരമുള്ളവരെ തകർത്തിരിക്കുകയാണ്. ഹാലേലുയ. ഇനി പൊളിറ്റിക്കൽ ബാബിലോൺ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അത് 18-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 20 വരെയുള്ള വാക്യം. 18-ന്റെ 10 മുതൽ 20 വരെ. അയ്യോ 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 മഹാനഗരമായ ബാബിലോണേ, ബലമേറിയ പട്ടണമേ, ഒരു മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടുഞ്ചുവപ്പ്, ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പോലുള്ള സകലവിധ സാമാനങ്ങൾ, വലിയതും മരവും പിച്ചളയും ഇരുവും മർമ്മസ്തം കൊണ്ടുള്ള ഓരോ സാമാനം, ലവംഗം, ഏലം, ധൂവർഗം, മൂറ്, കുന്തിരുക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, ഗോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രസം, മനുഷ്യദേഹം, മനുഷ്യപ്രാൺ എന്നീ ചരക്ക് ഇനി ആരും വാങ്ങായിയാൽ അവളെ ചൊല്ലി കരഞ്ഞു ദുഃഖിക്കുന്നു. ഒരു മിനിറ്റ് അച്ഛാ, ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വായിക്കാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതായ എല്ലാ കാര്യങ്ങളും, ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടുംചുവപ്പ്, ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പ് കൊണ്ടുള്ള സകലവിധ സാമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മർമ്മരക്കല്ലും കൊണ്ടുള്ള ഓരോ സാമാനവും, ലവംഗം, ഏലം, ധൂപവർഗം, മൂറ്, കുന്തിരിക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, ഗോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ എന്നീ ചരക്ക് ഇനി ആരും വാങ്ങായികയാൽ അവളെ ചൊല്ലി കരഞ്ഞു ദുഃഖിക്കുന്നു. ഇവിടെ എക്കണോമിക് ബാബിലോണിൻ്റെ എക്കണോമി തകരുക. ഹാലേലുയ. അതാണ് പൊളിറ്റിക്കൽ ബാബിലോൺ എന്ന് പറയുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ ബാബിലോൺ അല്ലെങ്കിൽ എക്കണോമിക് ബാബിലോൺ അത് അവിടെ തകരുക. ഹാലേലുയ. കാരണം ഈ മൃഗം ഈ സ്ത്രീയെ ദേഷിച്ച് അതിനെ കുത്തി കൊന്നു കളഞ്ഞു. അപ്പോൾ ആ റിലീജിയസ് ബാബിലോൺ അങ്ങ് മാറി. ഇനിയിപ്പം മൃഗമുണ്ട്. ആ മൃഗമെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ബാബിലോണാണ്. അപ്പോൾ ഈ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നശിച്ചു പോവുക. ഈ വ്യാപാരം ചെയ്താണല്ലോ സമ്പന്നരാകുന്നത്. ഈ വ്യാപാരം ചെയ്യുന്നതെല്ലാം ഒരു സാധാരണ ദൈവഹിതപ്രകാരമുള്ള ഒരു വ്യാപാരം ചെയ്താൽ മനുഷ്യർക്ക് ഇതുപോലെ സമ്പന്നരാകാൻ കഴിയില്ല. അപ്പോൾ അതിന് ഈ ബാബിലോൺ ഇപ്പോൾ വലിയ സമ്പന്നരായിട്ടുള്ളവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കുകയാണെങ്കിലും ഈ ബാബിലോൺ അവരെ സഹായിച്ചിട്ടുണ്ട്. ഹാലേലുയ. നൂറ്റാണ്ടുകളോളം ബിസിനസ് ചെയ്യുന്ന അനേകരുണ്ട്. ഹാലേലുയ. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ പിന്നിൽ ഈ ബാബിലോണിയ ശക്തിയുണ്ട്. അവരൊരു പക്ഷേ അറിയുന്നില്ലായിരിക്കാം. പക്ഷേ ഈ ബാബിലോണിയ ശക്തിക്ക് വിധേയപ്പെട്ടാണ് ഇവരുടെ ഈ ബിസിനസ്സുകളെല്ലാം ഇങ്ങനെ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവരുടെയൊക്കെ ആ വ്യാപാരം, ആ ബന്ധനങ്ങളെല്ലാം അതെല്ലാം തകരുകയാണ്. ഹാലേലുയ. അടുത്ത വായിച്ച 14 മുതൽ. നീ കൊതിച്ചപ്പോ കായ്കനിയും നിന്നെ വിട്ടുപോയി, സ്വാദം ശോഭയുമുള്ളതെല്ലാം നിനക്കില്ലാതെയായി. നീ അവയെ ഒരിക്കലും കാണുകയില്ല. ഈ കൊണ്ട് വ്യാപാരം ചെയ്ത് അവളാൽ സമ്പന്നരായവർ അവർക്കുള്ള പീഡ ഭയപ്പെട്ട് ദൂരത്ത് നിന്ന് അയ്യോ അയ്യോ മഹാനഗരമേ, നേരിയ തുണിയും ധൂമ്രവർഗവും കടുംചുവപ്പും ധരിച്ച് പൊന്നും രത്നവും മുത്തുമണഞ്ഞോളെ, ഇത്ര വലിയ സമ്പത്ത് ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു ദുഃഖിക്കും. ഏത് മാലുമിയും ഓരോ ദിക്കിലേക്ക് കപ്പലേറി പോകുന്ന ഏവനും കപ്പൽ
ചെയ്യുന്നവരൊക്കെയും ദൂരത്തു നിന്ന് അവളുടെ ദഹനത്തിന്റെ പോകണ്ട് മഹാനഗരത്തോട് തുല്യമായ നഗരം ഏത് എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവർ തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് അയ്യോ അയ്യോ, കടലിൽ കപ്പലുള്ളവർക്ക് എല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം 1 മണിക്കൂറോട് നശിച്ചുപോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞും ദുഃഖിച്ചും കൊണ്ട് നിലവിളിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇവിടെ സകലമാന വ്യാപാരങ്ങളും നശിക്കുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ്. അതും 3 പ്രാവശ്യം അയ്യോ അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട്, അത്ര ഭയങ്കരമായ വ്യാപാരികൾ ചങ്ക് പൊട്ടി കരയുക. ഹല്ലേലൂയ. കാരണം അതെല്ലാം നശിച്ചു, സ്ഥിരമായിട്ട് നശിച്ചു. കാരണം ഇവർ ദൈവികമായ രീതിയിലുള്ള ഒരു കച്ചവടമല്ലല്ലോ. അതെല്ലാം ഈ കച്ചവടം എന്ന് പറയുന്നത് തന്നെ കപടമാണല്ലോ. അപ്പോൾ ഈ വ്യാപാരം ചെയ്തവരിൽ ഒക്കെയും ഈ ബാബിലോണിയ ശക്തി കൊണ്ടാണ് ഇവർ ബിസിനസ്സൊക്കെ ചെയ്തു വന്നത്. സകല വ്യാപാരികളും അങ്ങനെ തന്നെയാണ് ഈ ലോകത്ത്. ഹാലയിൽ ബാബിലോണിയ ശക്തിയാലുള്ള വ്യാപാരത്തിന് മാത്രമേ വലിയ ലാഭം ഉണ്ടാവുകയുള്ളൂ. നമുക്കറിയാം, പലരും വ്യാപാരം ചെയ്യുന്ന പലതരത്തിലുള്ള കള്ളത്തരത്തിലൂടെയൊക്കെയാണ്. ഹാലേലുയ. അങ്ങനെ അവരുടെയൊക്കെ വ്യാപാരങ്ങൾ, അതായത് കപ്പൽ വ്യാപാരം ചെയ്യുന്നവർ, കപ്പൽ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നവർ, കടൽ മുഖാന്തരമുള്ള മത്സ്യബന്ധനങ്ങൾ മുഖാന്തരമുള്ള വ്യാപാരങ്ങൾ എന്ന് വേണ്ട സകല ധൂപ വ്യഞ്ജനങ്ങൾ, ഇതെല്ലാം വ്യാപാരം ചെയ്യുന്നവർ, ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റിൽ കാണുന്ന 10-22 ഐറ്റമുണ്ട്. ഈ 10-22 ഐറ്റം വ്യാപാരം ചെയ്യുന്നവരുടെ ഒക്കെയും ആ വ്യാപാരം കൊണ്ട് അവരനുഭവിച്ച ലക്ഷറീസ് ആയിട്ടുള്ള ലൈഫ്, അതെല്ലാം ഒറ്റ മണിക്കൂർ കൊണ്ട് തകർന്നു പോകുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ഇവിടെ ആ മൃഗത്തെ ദൈവം തോൽപ്പിക്കുവാനിടയായപ്പോൾ ഈ വ്യാപാരികളുടെ കച്ചവടമെല്ലാം നശിച്ചു പോകുവാനും ബാബിലോണിയൻ പൊളിറ്റിക്കൽ ബാബിലോണിയൻസ് എല്ലാം തകരുവാനും ഇടയായിത്തീർന്നു. അപ്പോൾ 19-ാം അധ്യായത്തിലേക്ക് വരുന്നതിന് മുമ്പ് റിലീജിയസ് ബാബിലോൺ പിന്നെ പൊളിറ്റിക്കൽ ബാബിലോൺ, ഈ 2 ബാബിലോണും നശിക്കുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. ജാതികളോട് പോരടിക്കുന്ന കാലഘട്ടം ഇനിയും ഉണ്ടാവുകയില്ല. കാരണം ജാതീയ പോരാട്ടങ്ങളൊക്കെയും ദൈവം നശിപ്പിച്ചു കളഞ്ഞു. വ്യാപാരം ചെയ്ത് സുഖലോലുപരായിട്ട് ജീവിച്ച് മറ്റുള്ളവരെ പാവങ്ങളായി ജീവിക്കുന്നവരെ സഹായിക്കാത്ത വലിയ വ്യാപാരികൾ, വ്യാപാര ബന്ധനങ്ങൾ, സമ്പന്നത ഒക്കെയും ദൈവം ഒറ്റ മണിക്കൂർ കൊണ്ട് നശിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇനി നമുക്ക് 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യം വായിക്കാം. 1 മുതൽ 6 വരെ. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തന്റെ ദാസന്മാരുടെ രക്തങ്ങളുടെ കയ്യിൽ നിന്ന് ചോദിച്ചു പ്രതികാരം ചെയ്തുകൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയും ഉള്ളവ. അവർ പിന്നെയും ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും പോകുന്നു എന്ന് പറഞ്ഞു. 24 മൂപ്പന്മാരും 4 ജീവികളും ആമീൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. നമ്മുടെ ദൈവത്തിന്റെ സകലദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവീൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നമ്മളിവിടെ 6 പ്രാവശ്യം ഹല്ലേലൂയ, 4 പ്രാവശ്യം ഹല്ലേലൂയ പറയുന്നതായിട്ട് നമ്മൾ കേൾക്കുവാനിടയായിത്തീർന്നു. ഹാലേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ഹാലേലൂയ, യാഹുവേ നിനക്ക് സ്തോത്രം എന്നുള്ളതാണത്. ഹാലേലൂയ. അവിടെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ ഹാലേലൂയ, അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിൻ്റെ മഹാഘോഷം പോലെ കേട്ടത്. ഹാലേലൂയ, മഹാഘോഷം. സന്തോഷം കൊണ്ട് അവർക്ക് നിൽക്കുവാൻ കഴിയാത്ത രീതിയിൽ അവർ ഹാലേലൂയ പറയുക. യാഹുവേ നിനക്ക് മഹത്വം, നിനക്ക് സ്തോത്രം എന്നവർ ആർപ്പ് വിളിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ പിന്നെയും ഹാലേലൂയ, അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. ഹാലേലൂയ. ഇത്ര നാളും അവരെ പ്രയാസപ്പെടുത്തിയിരുന്ന ആ ബാബിലോണിയ ശക്തി
പുകഞ്ഞ് തീരുമ്പോൾ അവർ സന്തോഷിക്കുക, ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം എന്ന് പറഞ്ഞ് സന്തോഷിക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹാലേലുയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. ഹാലേലുയ. അത് കഴിഞ്ഞ് വീണ്ടും 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. ഹാലേലുയ. സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. ഹാലേലുയ. എന്തോ ഒരു സന്തോഷമാണ് നമുക്ക് വിശുദ്ധന്മാർക്ക്. ഹാലേലുയ. അവരിത്രമാത്രം സന്തോഷിക്കുവാനുള്ള കാരണം അവർ ഇതുവരെ അനുഭവിച്ചതായ ആ എല്ലാ കഷ്ടതയ്ക്കും ഒരു പരിഹാരം വന്നിരിക്കുന്നു. ഈ വിശുദ്ധന്മാർ കരുതിയിരിക്കുന്നു അവർ അനുഭവിച്ച കഷ്ടതകൾക്ക് ഒരു പരിഹാരവുമില്ല, സകലതും സഹിച്ചേ ഒക്കെയുള്ളൂ, ദുഷ്ടന്മാർക്ക് ആരും ഒരു ദോഷം വരുത്തുന്നില്ലല്ലോ എന്നൊക്കെയും ഓർത്തിരുന്നു. എങ്കിലും ഹാലേലൂയ, ദൈവം അവർക്ക് കൊടുത്ത ആ വലിയ ശിക്ഷ ഓർത്തിട്ട് അവർ ദൈവത്തെ അതിശക്തിയോടെ മഹത്വപ്പെടുത്തുവാൻ, അത്യുച്ചത്തിൽ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ഹാലേലുയ. സ്വർഗത്തിൽ വലിയ സന്തോഷം, വലിയ അത്യുച്ചത്തിലുള്ള സന്തോഷം, സ്തുതിയും ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഹാലേലുയ. ഭൂമിയിൽ ഹാലേലുയ ഈ തരത്തിലുള്ള സന്തോഷം നമ്മുടെ ഇടയിൽ നിന്നുണ്ടാകണം. നമ്മൾ കാണാതെ വിശ്വസിക്കുന്നവരാ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് നാളെ നാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവരാണ്. അല്ലെങ്കിൽ നാളെ നമ്മളെ ഉപദ്രവിക്കുന്നതായ നമ്മുടെ ശത്രുക്കളൊക്കെയും ചിന്നിച്ചിതറി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്നുള്ളത് ഓർത്തുകൊണ്ട് നമുക്ക് ആ സ്വർഗത്തിലെ ആ വലിയ ഇട്ടിമുഴക്കം പോലെയുള്ള സ്തോത്രം ഹാലേലുയെ നാമും ദിനംതോറും ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് ആവശ്യമായിരിക്കുന്ന കാര്യമാകുന്നു. ഹാലേലു എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വെളിപ്പാട് പുസ്തകം നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. ഹാലേ, ഇതിലേക്ക് നീ കാണുന്നതും കേൾക്കുന്നതെല്ലാം എഴുതുക എന്ന് യോഹന്നാനോട് പറഞ്ഞതിൻ്റെ മർമ്മം നമ്മളിത് വായിക്കുമ്പോൾ ആ അത്യുന്നതനായ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന ആ വൻ കാര്യങ്ങളെ ഓർത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്തോത്രം ഉയരണം. ഹാലേലൂയ. 400, അതിനൊരു ഉദാഹരണം ഞാൻ പറയുകയാണ്. 400 വർഷം അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ മക്കളെ ആ ചെങ്കടലിൽ കൂടെ കടത്തി. ഹാലേലൂയ. അത് അസാധ്യമായൊരു കാര്യമാണ്, ലോകത്തിന് അത് അസാധ്യമായ കാര്യമാണ്. എന്നാൽ ആ തരത്തിൽ ദൈവം അവരെ കടത്തി അവരെ ഇക്കരെ ശൂർ മരുഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ, അവർ കടലിനക്കരെ കടന്നപ്പോൾ തന്നെ അവരെ സന്തോഷിപ്പിച്ചതായ ഒരു കാര്യം, അവരെ ഇതുവരെയും ഞെരുക്കി അടിമകളാക്കി കൊണ്ടു നടന്ന ആ പൈശാചിക ശക്തികളൊക്കെയും കടലിൽ മുങ്ങിപ്പോയി. അവരുടെ ശവങ്ങൾ, ആ പൈശാചിക ശക്തികളുടെ ശവങ്ങൾ കരയിൽ വന്ന് അടിയുന്നത് കണ്ടിട്ട് അവർ ഹാലേലുയ ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായി തീർന്നു. ഹാലേലുയ. മോശ അപ്പോൾ തന്നെ ഒരു സങ്കീർത്തനം എഴുതി പാടുവാൻ ഇടയായി തീർന്നു. മിരിയാം തപ്പെടുത്ത് ദൈവത്തെ ആരാധിക്കുവാൻ ഇടയായി തീർന്നു. ഇത് കണ്ട് സകല ജനങ്ങളും ദൈവത്തെ ഹാലേലുയ അതിഭയങ്കരമായ ശബ്ദത്തിൽ ആഘോഷിച്ചു. പക്ഷെ അത് അപ്രകാരം ഇതിൽ എഴുതിയിട്ടില്ല എങ്കിലും നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഹാലേലുയ. അവർ 400 വർഷമായി അവരുടെ തലമുറയെല്ലാം അനുഭവിച്ച ആ മഹാകഷ്ടതയിൽ നിന്നും പീഡതയിൽ നിന്നും അവരെ ഇക്കരെ കൊണ്ടുവന്ന് രക്ഷിച്ച് അവരെ ഏത് പൈശാചിക ശക്തികൾ, ഏത് ഫറവോനി ശക്തികൾ അവരെ ഉപദ്രവിച്ച് ഈ തരത്തിൽ അവരെ ഞെരുക്കിയോ ആ ഫറവോനി ശക്തികളെക്കാൾ വലിയവരായ ആരുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അടിമകളായി ഞങ്ങൾ പറയുന്നതെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞ് അവരെ അടിക്കുകയും അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കാതെയും അവരുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളയും ഒക്കെ ചെയ്ത ആ ദുരാത്മശക്തി, എത്രയോ കുഞ്ഞുങ്ങളെ അവർ കൊന്നുകളഞ്ഞു. ആ ദുഷ്ടശക്തിയെ ആലിൽ ദൈവം തള്ളിയിടുവാൻ ഇടയായി തീർന്നപ്പോൾ ഇവരുടെ ഉള്ളിലുണ്ടായ സന്തോഷം അതിഭയങ്കരമായൊരു സന്തോഷത്താൽ അവർ ദൈവത്തെ സ്തുതിച്ചു. അതിൻ്റെ മറ്റൊരു വേർഷനാണ് നമ്മളിവിടെ 19-ാം വെളിപ്പാട് 19 1 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ കണ്ട ആ അതിഭയങ്കരമായ ആ പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഹാലേലുയ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഹാലേലുയ, നമ്മൾ വിചാരിക്കും ഹാലേലു നമ്മളെ സഹായിക്കാൻ ആരുമില്ലല്ലോ ഹാലേലു എന്ന് നമ്മൾ വിചാരിക്കും. ഹാലേലുയ. എന്നാൽ നമ്മൾ സഹായിക്കുന്ന ഒരു ദിവസം ഉണ്ട്. ഹാലേലുയ.
അത് ഇപ്പോൾ തന്നെ നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ദൈവം വെറും ഒരു മിഥ്യാമൂർത്തി ഒന്നുമല്ലല്ലോ. നമ്മുടെ ദൈവം ജീവിക്കുന്ന, നമ്മുടെ കൂടെയുള്ള, നമ്മളെ അനുഗ്രഹിക്കുന്ന അബലിവനായ ദൈവം. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾ, നമ്മളെ ഉപദ്രവിക്കുന്ന ഉപദ്രവങ്ങൾ എല്ലാം കണ്ട് കണക്കെഴുതി കൃത്യമായി തീർക്കുന്നവനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ അതിഭയങ്കരമായ ആ വർഷിപ്പ് സ്വർഗത്തിലുണ്ടായത് ആ നീതിമാനായ ദൈവത്തിൻ്റെ ആ റൈറ്റിയസ്നെസ് കണ്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വിശുദ്ധന്മാരൊക്കെയും ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായി തീർന്നു. ഇത് വെറും ഒരു ഫീലിംഗ് അല്ല, മറിച്ച് അവരുടെ ജീവിതാനുഭവത്തിൽ അവർ കണ്ട് അവരുടെ ഉള്ളത്തിൽ നിന്ന് അവരറിയാതെ വന്ന ഒരു സന്തോഷമാണ്. ഹല്ലേലൂയ. ഒരു നീചനായ ഒരു ഭരണാധികാരി ഒരു ദേശത്തുണ്ടെങ്കിൽ അവൻ മുഖാന്തരം അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത അതിഭയങ്കരമാണ്. ഹല്ലേലൂയ. ആ ജനങ്ങൾ എപ്പോഴും ഇവൻ നശിച്ചു പോകട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഒരു ദിവസം ആ ദുഷ്ടനായ ഭരണാധികാരി നീക്കപ്പെടുമ്പോൾ അവിടുത്തെ ജനങ്ങൾ എപ്രകാരം സന്തോഷിക്കുന്നുവോ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ സ്വർഗത്തിലും ഉണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഭയെ, ഹല്ലേലൂയ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ബ്രൈഡെ, ഹല്ലേലൂയ, നിനക്ക് ഇതുവരെ പരാതികളും കരച്ചിലും മാത്രമായിരുന്നു. എൻ്റെ പരാതികൾ കേൾക്കുവാൻ എനിക്ക് ആരുമില്ല. ഹല്ലേലൂയ. എൻ്റെ സങ്കടങ്ങൾ കാണുവാൻ ആരുമില്ല എന്നൊക്കെ ഹല്ലേലൂയ കർത്താവിൻ്റെ സഭ വിലപിക്കുമ്പോൾ, ഹല്ലേലൂയ, നീ ഒറ്റപ്പെട്ടവനാണ് എന്ന് നീ ചിന്തിക്കുമ്പോൾ, നിന്നെ ആർക്കും വേണ്ട, നിന്നെ എന്തും ചെയ്യും നിന്നെ എന്തു ചെയ്താലും ആരും ഒന്നും ചോദിക്കില്ല എന്നുള്ള രീതിയിൽ നീ വളരെ തനിച്ചായിരിക്കുന്ന അവസ്ഥയിൽ, ഹല്ലേലൂയ, നിന്നെ ഓർത്ത് നീ ഭയപ്പെടേണ്ടതായ ഒരു ആവശ്യമില്ല. നിന്നെ നോക്കുന്നവനായ ഒരു ദൈവം നിനക്കുണ്ട്. ഇതാണ് സഭയോടുള്ള ഒരു ദൂത്. ഹല്ലേലൂയ. സഭ, ഹല്ലേലൂയ, മറ്റുള്ളവരുടെ പീഡനങ്ങളാൽ, മറ്റുള്ളവരുടെ ഉപദ്രവങ്ങളാൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ഹല്ലേലൂയ, സ്വർഗത്തിൽ ദൈവം ആ സഭയ്ക്ക് വേണ്ടി, തൻ്റെ മണവാട്ടിക്ക് വേണ്ടി, ഹല്ലേലൂയ, എഴുന്നേറ്റ് വരുന്നവനായ ഒരു ദൈവം. ഹല്ലേലൂയ. 18:10 നമ്മൾ കണ്ടതുപോലെ അയ്യോ അയ്യോ എന്നുള്ള നിലവിളി ദുഷ്ടന്മാരുടെ പക്കൽ നിന്ന് കേൾക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. സ്നാനപ്പെട്ട് ദൈവത്തോട് ചേർന്ന് കഴിയുമ്പോൾ, ഹല്ലേലൂയ, തുടങ്ങുന്നതായ ഹല്ലേലൂയ ഉപദ്രവങ്ങൾ വളരെ ഏറെയാണ് ഓരോ മനുഷ്യർക്കും. അപ്രകാരം ആയിരിക്കുന്ന ദൈവമക്കൾ, ഹല്ലേലൂയ, വളരെ കുറവാണ്. ഒരു മൈനർ സമൂഹമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ മൈനർ സമൂഹം മേജർ സമൂഹമായ ഒരു യൂണിയൻ ഉണ്ടാക്കാനല്ല, ഒരു യുദ്ധത്തിനല്ല പോകേണ്ടത്. ഹല്ലേലൂയ. കാരണം നിൻ്റെ യൂണിയൻ എപ്പോഴും ദൈവസഭ ഓർത്തിരിക്കേണ്ടത് നിൻ്റെ യൂണിയൻ എന്ന് പറയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ നീ ഒറ്റപ്പെട്ടവനാ. ഹല്ലേലൂയ. നിന്നെ ആർക്കും എന്തും ചെയ്യാമെന്നുള്ള ഒരവസ്ഥയാണ് നിൻ്റെ ചുറ്റും നീ കാണുന്നത്. ഹല്ലേലൂയ. എന്നാൽ നിന്നെ ഉപദ്രവിക്കുന്നവനേക്കാൾ ബലമേറിയവനാണ് യേശു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ബാബേൽ തുടങ്ങിയിരിക്കുന്നത് നോഹയുടെ കൊച്ചു മകൻ നിമ്രോദിൻ്റെ കാലം മുതലാണ് ഈ ബാബേൽ തുടങ്ങിയിരിക്കുന്നത്. ബാബേൽ ടവർ, നോഹയുടെ കൊച്ചുമകന് നിമ്രോദ് ബാബേൽ ടവർ പണിതു. ഹല്ലേലൂയ. നാം ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോകാതെ നമുക്ക് ഒരുമിച്ച് താമസിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഒരു ജാതി ഒരു വേൾഡിൽ ഒരു ജാതി, നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ, ഹല്ലേലൂയ, ബാബേൽ ഗോപുരം പണിതു. എന്നാൽ ദൈവത്തിന് അത് വിരോധമായിരുന്നു. ദൈവത്തിൻ്റെ ഹിതമല്ലായിരുന്നു. ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങളൊക്കെ വിവിധ സ്ഥലങ്ങളിൽ പോയി, ഹല്ലേലൂയ, നിങ്ങൾ ജീവിക്കണം എന്നുള്ളതായിരുന്നു. അല്ലാതെ ഒരു സ്ഥലത്ത് കൂടിയിരുന്ന്, ഹല്ലേലൂയ, വിഗ്രഹങ്ങളെ ആരാധിച്ച് ജീവിക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങൾ സർവശക്തനായ ദൈവത്തെ ആരാധിച്ച് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പോയി നിങ്ങൾ കൃഷി ചെയ്ത് കന്നുകാലികളെ വളർത്തി സമുദ്രത്തിലെ മത്സ്യങ്ങളെ പിടിച്ച് കർഷകരായൊക്കെയും ജീവിക്കുവാനാണ് ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ ബാബേൽ ഗോപുരം പണിതുകൊണ്ട്, നോഹയുടെ കൊച്ചുമകനായ നിമ്രോദ് ബാബേൽ ടവർ പണിതുകൊണ്ട് ദൈവത്തിന് വിരോധമായി ഭൂമിയിൽ ദൈവത്തിന് വിരോധമായ ഒരു സഭയുണ്ടാകുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ബാബിലോണി ശക്തി, ഹല്ലേലൂയ, അബ്രഹാമിൻ്റെ കാലത്തും ഉണ്ടായി. ഹല്ലേലൂയ. അബ്രഹാം,
ഹല്ലേലൂയ, വലിയ ബാബിലോണി ശക്തിയുടെ കീഴിലുള്ള ഒരു ഉന്നതനായ ഒരു ബിസിനസ്സുകാരനായിരുന്നു ബാബിലോൺ. അബ്രഹാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അബ്രഹാം വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു. ഈ പറഞ്ഞ പോലെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും അത് വിൽക്കുകയും ചെയ്ത് വളരെ സമ്പന്നനായിരുന്നു. ഈവൻ അന്നത്തെ കാലത്ത് പോലും അബ്രഹാമിൻ്റെ ഭവനം എന്ന് പറയുന്നത് അത് എ സിയും ഹീറ്റിങ്ങും ഒക്കെ ഉള്ള ഒരു സംവിധാനം ആയിരുന്നു. ഹാലയിലും അത് നാച്ചുറലായിട്ടുള്ള അതിന് പ്രത്യേക തരത്തിലുള്ള ബ്രിക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് അതിലേക്ക് ഹീറ്റിംഗ് കിട്ടുന്നത്. തണുപ്പ് കാലത്ത് ഹീറ്റിംഗ് കിട്ടുവാനും ചൂട് കാലത്ത് തണുപ്പ് കിട്ടുവാനുമുള്ള പ്രത്യേക രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നു എന്ന് ചരിത്ര പുസ്തകങ്ങളിലൊക്കെ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അത്ര സമ്പന്നനായ അബ്രഹാം വിഗ്രഹങ്ങളെ ആരാധിക്കുകയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും വിഗ്രഹങ്ങൾ വിൽക്കുകയും ചെയ്യുന്ന മഹാസമ്പന്നന് സകലവിധ സുഖസമൃദ്ധിയോട് ജീവിച്ച അബ്രഹാം അങ്ങനെ ജീവിച്ചു പോയിരുന്നെങ്കിൽ അബ്രഹാം നശിച്ചു പോകുമായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന് അബ്രഹാമിനോട് ദയവ് തോന്നി, അബ്രഹാമിനോട് കരുണ തോന്നി, അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് അബ്രഹാം ഹല്ലേലൂയ ദൈവത്തിലേക്ക് വരുവാനും ഇടയായി തീർന്നു. അതിനുശേഷം നമുക്ക് ഈജിപ്തിൽ സൂര്യനെ ആരാധിക്കുന്നവർ, ചന്ദ്രനെ ആരാധിക്കുന്നവർ, തവളയെ ആരാധിക്കുന്നവർ, അതുപോലെ നൈൽ നദിയെ ആരാധിക്കുന്നവർ, ഇഴജാതികളുടെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്നവർ, അങ്ങനെ ഓരോ തരത്തിലുള്ള വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ആരാധിക്കുന്നവരുടെ ഒരു വലിയ സമൂഹം ഈജിപ്തിലുണ്ടായിരുന്നുവല്ലോ. ഹല്ലേലൂയ. അതിനുശേഷം പിന്നീട് ആഹാബിൻ്റെ കാലത്ത് ഏലിയാവിനെ കൂടാതെ വെറും 7000 പേര് മാത്രമേ ഇസ്രായേലിൽ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പീഡിപ്പിച്ചും ഉപദ്രവിച്ചുമൊക്കെയും അവരെ വിഗ്രഹ ആരാധികളാക്കി മാറ്റുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ അവിടെയും തുടർന്ന് ബാബേൽ ഗോപുരത്തിൽ നിന്നുള്ള സംസ്കാരം ഇവിടം വരെ അഹാബിൻ്റെ കാലത്ത് വരെ വന്നു. അതിനുശേഷം ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ അഹാബിൻ്റെ കാലത്ത് അന്ന് ധാരാളം ശിശുബലിയും നരഹത്യമൊക്കെ ധാരാളം നടന്നിരുന്നു. ഹല്ലേലൂയ. വിഗ്രഹങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി, വിഗ്രഹങ്ങളെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി കുഞ്ഞുങ്ങളെ ആ വിഗ്രഹങ്ങളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കും. എന്നിട്ട് ഈ വിഗ്രഹത്തിൻ്റെ അടിയിൽ വലിയ ഓവനാണ്. ഹല്ലേലൂയ. അവിടെ കൽക്കരിയോ മറ്റോ ഇട്ടുകൊണ്ട് ചൂട് പിടിപ്പിക്കും, തീ പിടിപ്പിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഈ വിഗ്രഹത്തിൻ്റെ കയ്യിൽ കിടന്ന് വേദനിച്ച് പൊള്ളി മരിച്ച് പുകഞ്ഞ് ചാകുവാനിടയായിത്തീരും. ഇത് കണ്ട് ഈ പൈശാചിക ശക്തികൾ സന്തോഷിക്കുകയും അവർ തുള്ളിച്ചാടുകയൊക്കെ ചെയ്യും. ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കൂടാതെ നരബലി, മനുഷ്യരെയും ബലി കഴിക്കുമായിരുന്നു അവർ. അങ്ങനെയുള്ള ആ ആരാധനാ രീതികൾ, അന്യ ദൈവത്തെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആ രീതികൾ ആ കാലത്ത് അഹാബിൻ്റെ കാലത്തുണ്ടായിരുന്നു. പിന്നീട് വന്നിട്ട് നെബൂഖദ്നേസറിൻ്റെ കാലത്ത് ഹല്ലേലൂയ. നെബൂഖദ്നേസർ നമുക്കറിയാം 6 മുഴം വീതിയും 60 മുഴം നീളമുള്ള പൊന്നുകൊണ്ടുള്ള ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി ആ വിഗ്രഹത്തെ വീണ് നമസ്കരിക്കണമെന്ന് കൽപ്പന കൊടുത്തു. അപ്രകാരം ചെയ്യാത്തവരെ കൊന്നുകളയുവാൻ അല്ലെങ്കിൽ എരിയുന്ന തീച്ചുളയിലേക്ക് ഇട്ട് കളയുവാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചിരുന്നല്ലോ. ഹല്ലേലൂയ. അതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. ഹല്ലേലൂയ. അപ്രകാരം വിഗ്രഹങ്ങളെ ആരാധിക്കാത്തവരെ കൊല്ലുവാനും തീയിലെറിഞ്ഞ് ചുട്ടുകളയുവാനും ഒക്കെ തക്കവണ്ണം കൽപ്പന ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. സർവശക്തനായ ദൈവമേ, നീ ഇതൊക്കെയും കാണുന്നില്ലേ എന്ന് അന്ന് വിശുദ്ധന്മാരിങ്ങനെ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു, ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചു കൊണ്ടേയിരുന്നു. പിന്നീട് വന്നിട്ട് റോമൻ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത്, സീസർ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് സീസറിൻ്റെ രൂപമുണ്ടാക്കി വെച്ചേക്കും. ഈ സീസർ ചക്രവർത്തിമാരുടെ രൂപത്തെ വീണ് നമസ്കരിച്ച് അവരെ ആരാധിച്ചില്ല എങ്കിൽ, സീസർ ചക്രവർത്തിക്ക് മൃഗങ്ങളെ ബലി അർപ്പിച്ചില്ല എങ്കിൽ അപ്രകാരമുള്ളവരെല്ലാം അവർ കൊല്ലുവാനിടയായിത്തീർന്നു. എന്ത് തരത്തിലുള്ള പീഡനങ്ങളാണ് അവർ അനുഭവിച്ചത്. അപ്രകാരമുള്ള വിശുദ്ധന്മാരെ, അങ്ങനെ സീസർ ചക്രവർത്തിയെ ആരാധിക്കാത്ത വിശുദ്ധന്മാരെ മൃഗങ്ങളുടെ പച്ചത്തോലിൽ ശക്തിയോടെ പൊതിഞ്ഞ് വെയിലത്ത് കൊണ്ടിടും. ഈ തോല് വെയിൽ കൊണ്ട് ഉണങ്ങുമ്പോൾ അതകത്തേക്ക് വലിയും. ഈ മനുഷ്യർ അവരുടെ ഈ ഭക്തന്മാരുടെ അസ്ഥികൾ ഒടിയുമ്പോൾ അവരുടെ ശരീരത്തിന് നീര് വയ്ക്കും. അങ്ങനെ ശരീരം നീര് വെച്ച് വെളിയിലേക്ക് തള്ളും. ഈ തോലോ ചുങ്ങി അകത്തേക്ക് വലിയും. അങ്ങനെ അത്രമാത്രം പ്രയാസത്തോടെ അവരെ കൊണ്ടിട്ട് അവരുടെ നിലവിളി കണ്ട് രസിക്കുന്ന ഒരു ദുഷ്ടമനുഷ്യരുടെ കാലഘട്ടം. അതുപോലെ അവരെ രാജാക്കന്മാർ വന്നിരിക്കുന്ന സ്റ്റേഡിയത്തിന് ചുറ്റും 4 ചുറ്റിലും തൂണുകൾ നിർത്തി ആ തൂണിൽ 4 വിശുദ്ധന്മാരെ മെഴുകിൽ പൊതിഞ്ഞു കെട്ടി അതിൻ്റെ പൊക്കത്തിൽ മുതൽ തീ കത്തിച്ച് കൊന്നുകളയുന്ന
എന്നിട്ട് അത് കണ്ട് രസിക്കുന്ന രാജാക്കന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. ഹാലേലുയ. അതുപോലെ വിശക്കുന്ന മൃഗങ്ങളുടെ മുമ്പിലേക്ക്, സിംഹം, പുലി, കടുവ തുടങ്ങിയ സിംഹങ്ങളുടെ മുമ്പിലേക്ക് ഈ പ്രകാരമുള്ള വിശുദ്ധന്മാർ ഇട്ടുകൊടുത്ത് കൊല്ലുന്നതായിട്ട് നമ്മൾ കാണുവാൻ ഇടയായി തീർന്നു. അതുതന്നെയല്ല, കൂടാതെ ഇരുമ്പിൻ്റെ കസേരയിൽ ഇരുമ്പ് ചങ്ങലക്കിട്ട് കെട്ടി ഉറപ്പിച്ചിട്ട് ആ കസേരയുടെ അടിയിൽ കൊണ്ട് തീയിട്ട് അവരെ ചുട്ടുകളയുന്നതായി പല അനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. എൻ്റെ ദൈവമേ, ഇതൊന്നും അവിടുന്ന് കാണുന്നില്ലയോ എന്ന് പല വിശുദ്ധന്മാരും അന്നും നിലവിളിച്ചുകൊണ്ടിരുന്നു. നമുക്കറിയാം, 73-ാം സങ്കീർത്തനത്തിൽ വിശുദ്ധൻ നിലവിളിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആസാഫ് നിലവിളിക്കുക, ഹാലേലൂയ, കർത്താവേ, നീ ഇത് കാണുന്നില്ലയോ? നിന്റെ വിശുദ്ധന്മാരുടെ രക്തം പുഴ പോലെ ഒഴുകുന്ന നീ കാണുന്നില്ലയോ എന്ന് പറഞ്ഞ് 73-ാം സങ്കീർത്തനത്തിൽ ആസാഫ് നിലവിളിക്കുന്നു, വിലപിക്കുന്നു. ഹാലേലൂയ. മറ്റൊരു വിശുദ്ധൻ ഹബക്കക്ക് 1:14 നമുക്കവിടെ കാണുവാൻ കഴിയും. നീ മിണ്ടാതിരിക്കുന്നത് മനുഷ്യനെ സമുദ്രത്തിലെ മത്സ്യം പോലെയും അധിപതിയില്ലാത്ത ഇഴജാതികളെ പോലും ആക്കുന്നത് എന്ത്? ഹാലേലൂയ. കർത്താവേ, നീ മിണ്ടാതിരിക്കുന്നത് എന്ത്? മനുഷ്യനെ സമുദ്രത്തിലെ മത്സ്യം പോലെയും അധിപതിയില്ലാത്ത ഇഴജാതികളെ പോലെയും ആക്കുന്നത് കണ്ടിട്ട് കർത്താവേ, നീ മിണ്ടാതിരിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഹബക്കക്ക് നിലവിളിക്കുക. ഓരോ വിശുദ്ധന്മാർ കാലാകാലങ്ങളിലൂടെ നിലവിളിച്ചു കൊണ്ടിരിക്കുക. ഹാലേലൂയ, ഹാലേലൂയ. അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയുന്ന 7-ാം നൂറ്റാണ്ടിൽ റിലീജിയസ് കോൺഫ്ലിക്റ്റ് ഉണ്ടായല്ലോ. ഹാലേലൂയ. ഇസ്ലാമിയർ, യഹൂദന്മാരെല്ലാം ഖൈബാറിൽ വിശുദ്ധ യുദ്ധമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരുപാട് വിശുദ്ധന്മാരെല്ലാം കൊന്നുകളയുവാൻ ഇടയായി തീർന്നു. ഹാലേലൂയ. കർത്താവേ, നീ ഇത് കാണുന്നില്ലേ എന്ന് വിശുദ്ധന്മാർ നിലവിളിക്കുമ്പോഴും, ഹാലേലൂയ, 2-ാം ലോകമഹായുദ്ധത്തിൽ ഹോളോകോസ്റ്റ് അറിയാമല്ലോ, 6 മില്യൺ യഹൂദന്മാരാണ്, 600 ലക്ഷം യഹൂദന്മാരെയാണ് കൊന്നുകളഞ്ഞത്. ഹാലേലൂയ. ഇതെല്ലാം റിലീജിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഹാലേലൂയ. അവരെ കൊന്നുകളഞ്ഞത് അവരെ ഈ ചേമ്പറിനകത്തിട്ട് ചൂട് പിടിപ്പിച്ച്, അതുപോലെ ശ്വാസം കിട്ടാത്ത രീതിയിൽ വലിയ വലിയ കെട്ടിടങ്ങളിൽ അടച്ചിട്ട് ഭക്ഷണം കൊടുക്കാതെ പിടിച്ചു കെട്ടി ഒക്കെയും 600 ലക്ഷം പേരെ കൊന്നുകളയുവാൻ ഇടയാത്തി. ഇത്ര ഭയങ്കരമായ ക്രൂരത ഇതൊക്കെ ഉണ്ടാകുവാനിടയായി തീർന്നു. നമുക്കറിയാം, നൈജീരിയയിലൊക്കെ ജീവനോടെ തൻ്റെ വിശുദ്ധന്മാരെ തീയിട്ട് ചുട്ടുകളയുന്നതായിട്ടുള്ള പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഈജിപ്തിൽ അമേരിക്കൻസ് ഉൾപ്പെടെയുള്ള പല വിശുദ്ധന്മാരെയും അവർ കഴുത്ത് പകുതി മുറിച്ചിട്ട് വലിയ കുഴിയിലേക്ക് തള്ളിയിട്ട്, വേദനയോടെ മുഖമെല്ലാം മൂടി കഴുത്ത് മുറിച്ച് വലിയ കുഴിയിലേക്ക് തള്ളിയിട്ടിട്ട് അവരെ, ഹാലേലൂയ, അവരുടെ നിലവിളി കേൾക്കാതെ മണ്ണിട്ട് മൂടുന്നതായ അനുഭവങ്ങളൊക്കെയും ഉണ്ടായിട്ടുണ്ട്. കർത്താവേ, നീ ഇത് കാണുന്നില്ലേ എന്ന് കാലാകാലങ്ങളിലൂടെ നിലവിളിച്ചുകൊണ്ടിരുന്ന വിശുദ്ധന്മാർക്ക് ഒരു മറുപടിയാണ് 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിച്ചത് കേട്ടത്. ഹാലേലൂയ. ഏതൊക്കെ തരത്തിലും ദുഷ്ടശക്തികൾ നമ്മളെ ഉപദ്രവിക്കുമ്പോൾ ദൈവം, ഹാലേലൂയ, അപ്രകാരമുള്ളവർ, അത് ഏത് ബാബിലോണിയ ശക്തിയാണെങ്കിലും, ബാബിലോണിയ ശക്തി എന്ന് പറയുമ്പോൾ ഈ ദൈവത്തിന് വിരുദ്ധമായി നിൽക്കുന്ന രാഷ്ട്രങ്ങൾ, ആ രാഷ്ട്രങ്ങളുടെ തലവന്മാർ, രാജാക്കന്മാർ, അവരെയൊക്കെയും, ഹാലേലൂയ, ദൈവം, ഹാലേലൂയ, പുകച്ചു കളയുവാൻ ഇടയായി തീരും. ഹാലേലൂയ. അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. ഹാലേലൂയ. ഇനിയും ഇത് വർദ്ധിക്കുവാൻ ഇടയുണ്ട്. ഹാലേലൂയ. വർദ്ധിച്ചു വരുമ്പോഴൊക്കെയും ദൈവം അവരെ അപ്രകാരം ഇനി തള്ളിക്കളയും, ദൈവം അവർക്ക് ശിക്ഷ കൊടുക്കുന്ന ഒരു കാലത്തിലേക്ക് വന്നിരിക്കുകയാണ് എന്ന് വേണം നമുക്ക് കരുതുവാൻ. ഹാലേലൂയ. ഇനി 19-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാം. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കാം. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. അവർക്ക് ശുദ്ധവും ശുഭവുമായ വിശേഷവസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. ഹല്ലേലൂയ. ഇവിടെ കാന്തയും നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഹാലേലൂയ. കാന്ത ബ്രൈഡ് തന്നെത്താൻ ഒരുക്കി. ഹാലേലൂയ. കുഞ്ഞാടിന് വേണ്ടി കാത്തിരിക്കുക. ഹാലേലൂയ. ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ബ്രൈഡിനാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഹാലേലൂയ. ലാംബ് എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ഹാലേലൂയ. ബ്രൈഡ് എന്ന് പറയുന്നത് ചർച്ചാണ്. ഹാലേലൂയ. അതുപോലെ ആ കാന്ത എങ്ങനെയാണ് ഒരുങ്ങിയിരിക്കുന്നത്? ശുഭവും ശുദ്ധവുമായ വിശേഷ വസ്ത്രം ധരിച്ച്
അവൾ ഒരുങ്ങിയിരിക്കുക. ഹാലേലുയ. ഈ ശുഭ്രവുമായ ഈ വസ്ത്രം എന്ന് പറയുന്നത് നീതിമാന്മാരുടെ പ്രവർത്തികളെയാണ്. ഹാലേലുയ. നീതിമാന്മാരുടെ പ്രവർത്തികളെ. ഹാലേലുയ. ആ നീതിമാന്മാരെ ഉപദ്രവിക്കുമ്പോൾ തിരിച്ചുപദ്രവിക്കാതെ, ഹാലേലുയ, ആ നീതിമാൻ്റെ ആ നല്ല പ്രവർത്തികളാൽ ഒരുങ്ങിയിരിക്കുന്ന കാന്തയെ. ഹാലേലുയ. ഇവിടെ കാന്ത എന്ന് പറയുന്ന സഭയാണല്ലോ. ഹാലേലുയ. അപ്പോൾ ശുഭ്രവുമായ വസ്ത്രം ധരിച്ച് നീതിമാന്മാരുടെ സ്വഭാവത്തോടു കൂടി ഇരിക്കുന്നതായ കാന്തയെ ചേർക്കുവാൻ അവൻ വന്നിരിക്കുക. ഹാലേലുയ. ഹാലേലുയ. അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഹാലേലുയ. ഈ കാന്ത തന്നെത്താൻ ഒരുക്കി ഇരിക്കുന്നവളായി തീരണം. ഹാലേലുയ. അല്ലാതെ മണവാളം വസ്ത്രം മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് ധരിക്കാമെന്ന് വിചാരിക്കാൻ പാടില്ല. ഹാലേലുയ. കാരണം സഭയ്ക്ക് ഒരുങ്ങുവാൻ സമയം ആയിരിക്കുക. ഹാലേലുയ. ഏതെങ്കിലും ഒരു ബ്രൈഡ്, ഏതെങ്കിലും ഒരു വധു തൻ്റെ മണവാളൻ വസ്ത്രവുമായി വന്നിട്ട് തന്നെ ഒരുക്കും എന്ന് വിചാരിക്കേണ്ട. അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഹാലേലുയ. അതുപോലെ ചർച്ച്, ഹാലേലുയ, ഒരുങ്ങിയിരിക്കേണ്ട സമയമായിരിക്കുക. ഹാലേലുയ. നാം ഡെയിലി ചർച്ചിൽ പോകുന്നുണ്ട്. ചർച്ച് അറ്റൻഡൻസ് അതിനുള്ളൊരു ഒരുക്കമല്ല. ഹാലേലുയ. ഹാലേലുയ. അതുപോലെ വചനം പറയുന്നത് അതും ഒരു ഒരുക്കമല്ല. ഹാലേലുയ. അതുപോലെ കമ്മിറ്റിയെല്ലാം കൂടി സഭയ്ക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് നടപ്പിലാക്കുന്നതും കൊണ്ടും അതും ഒരു ഒരുക്കമായിട്ട് കണക്കൂട്ടാൻ കഴിയില്ല. ഹാലേലുയ. അപ്പോൾ ചർച്ച് അറ്റൻഡൻസോ അല്ലെങ്കിൽ വചനം പറയുന്നതോ കമ്മിറ്റി കൂടി എടുക്കുന്ന തീരുമാനങ്ങളിലൂടെയോ ഒന്നും ഒരുങ്ങുവാൻ പറ്റുകയില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്? വിശുദ്ധനായിരിക്കണം. ഹോളിനെസ്. രണ്ടാമത് പ്രയർ ഉണ്ടായിരിക്കണം. അതുപോലെ പാപത്തിൽ നിന്ന് അകന്നുള്ളൊരു ജീവിതം ഉണ്ടായിരിക്കണം. വിശുദ്ധവും ആയിട്ടുള്ള ഒരു ജീവിതം, പ്രയറോടുകൂടിയ ഒരു ജീവിതം, അല്ലെങ്കിൽ അതുപോലെ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതായ ഒരു ജീവിതം. ഈ 3 കൂട്ടം കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരുങ്ങി നിൽക്കുവാൻ കഴിയുള്ളൂ. ഹാലേലുയ. വിശുദ്ധവും പ്രാർത്ഥനാ ജീവിതവും അതുപോലെ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതായ ഒരു ജീവിതവും ഉള്ളവർക്ക് മാത്രമേ ഒരുങ്ങി നിൽക്കുവാൻ കഴിയുള്ളൂ. ഇതൊക്കെയും കാന്തൻ പ്രിയൻ വരുന്ന സമയത്ത് അവൻ ഈ വസ്ത്രം കൊണ്ട് വരുമെന്ന് വിചാരിക്കേണ്ട. നാം ഒരുങ്ങി നിൽക്കേണ്ടതായ സമയമായിരിക്കുന്നു. ഹാലേലുയ. ഹാലേലുയ. സമയം 48:40 ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഹാലേലുയ. ഈ വചനങ്ങളാലൊക്കെയും ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ 17-18 അധ്യായങ്ങളിൽ നമ്മളെ ഭയപ്പെടുത്തുന്നതായ ആ പൈശാചശക്തികൾ, ആ റിലീജിയസ് ബാബിലോണും അതുപോലെ പൊളിറ്റിക്കൽ ബാബിലോണും തകരുവാനിടയായി തീർന്നു. ഇപ്പോൾ കുഞ്ഞാടിൻ്റെ കല്യാണമായിരിക്കുന്നു. ഹാലേലുയ. ഇനി ഒരുങ്ങി നിൽക്കുന്ന നമ്മളെയൊക്കെയും ചേർക്കുവാൻ അവൻ വന്നിരിക്കുകയാണ്. ഹാലേലുയ. മഹത്വമായ ദിനത്തെ ഓർത്ത്, ആ സ്വർഗത്തിൽ നടക്കുന്ന സന്തോഷമോർത്ത് നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തോത്രം ചെയ്ത് സ്തുതിച്ചുകൊണ്ടേ ഇരിക്കാം. ഹാലേലുയ. ഈ വചനങ്ങളാ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവം ഞങ്ങൾക്ക് വിളമ്പി തന്നതിന് ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേക വെളിപ്പാട് പുസ്തകത്തിന്റെ 19-ാം അധ്യായത്തിൽ ഞങ്ങളെ കേൾപ്പിക്കുവാൻ ഇടയായല്ലോ. ഹാലേലുയ. നമ്മൾ വായിച്ച അന്നേരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന് മഹാഘോഷം പോലെ കേട്ടത്. ഹല്ലേലൂയ. രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. ഈ അധ്യായം ഇവിടെ തുടങ്ങുന്നത് തന്നെ ഹാലേലൂയ ഒരു സ്വർഗീയ സ്തുതിയോടുകൂടിയാണ്. ഒരു വലിയ ആസക്തിയോടുകൂടി